മലപ്പുറം കാട്ടുങ്ങലിൽ സ്വർണ്ണ കച്ചവടക്കാരനെ ആക്രമിച്ച് 600 ഗ്രാം സ്വർണം കവർന്നു. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ മറ്റൊരു ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമിച്ചത്. അരുൺ അമർനാഥ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, 600 ഗ്രാം സ്വർണം, വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? പോലീസിന് ഏതൊക്കെ വഴികളിലൂടെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? അതായത് ആഭരണ നിർമ്മാണശാലയിലെ ജീവനക്കാരിൽ നിന്നും ഇത്തരത്തിൽ സ്വർണം കവർന്നു എന്നാണ് പരാതി. ഇവർ സ്വർണം വിതരണത്തിനായി ഇത്തരത്തിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കവേ ആക്രമിച്ച് ഇവരിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സ്വർണ്ണ ആഭരണ നിർമ്മാണശാലയിലെ ജീവനക്കാരായ സുരേഷിനെയും സുകുമാരനെയും മറ്റൊരു സ്കൂട്ടറിൽ എത്തിയ 2 പേർ ആക്രമിച്ച് ഈ സ്വർണവുമായി കടന്നു കളയുകയായിരുന്നു. 600 ഗ്രാം സ്വർണമാണ്, ഏകദേശം 25 പവനോളം വരുന്ന സ്വർണ്ണമാണ് കവർന്നിരിക്കുന്നത്. നിർമ്മാണശാലയിൽ നിന്ന് ജ്വല്ലറികളൊക്കെ വിതരണം ചെയ്ത് മടങ്ങും വഴിയായിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. അതിനാൽ മഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വെച്ചിരുന്ന സംഭവത്താണ് കവർച്ച നടന്നിരിക്കുന്നത്. മഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളിലേക്ക് ഇത്തരത്തിൽ നിലവിൽ നേരത്തെ ഉമൈബാൻ ചോദിച്ച ദിവസത്തിലേക്ക് പ്രതികൾ ഈ ഘട്ടത്തിൽ സൂചനയൊന്നുമില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഉമൈബാൻ. ഓക്കെ, മലപ്പുറത്ത് നിന്ന് വരുന്ന വലിയ സ്വർണ്ണ കവർച്ച വാർത്ത. കാട്ടുങ്ങലിൽ സ്വർണ്ണ കച്ചവടക്കാരനെ ആക്രമിച്ച് 600 ഗ്രാം സ്വർണം കവർന്നു. വൈകിട്ട് 7 മണിക്കാണ് ഈ കവർച്ച നടന്നത്. പ്രതികളെ കുറിച്ച് അന്വേഷിക്കുകയാണ് പോലീസ്. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്.